നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഒട്ടനവധി പേരുടെ വിദേശ സ്വപ്നങ്ങളിൽ ഒന്ന് വിദേശത്തൊരു പഠനവുമായി പോവുക, അല്ലെങ്കിൽ വിദേശത്തൊരു ജോലിയുമായി എത്തുക എന്നൊക്കെയുള്ള ഒരു പ്ലാനുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാം നമ്മുടെ ചുറ്റും. പക്ഷേ ഏറ്റവും വലിയ കടമ്പ വിദേശ പഠനത്തിലേക്ക് പോകുന്നവരുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ നമ്മളുടെ IELTS അല്ലെങ്കിൽ OET, അതും അല്ലെങ്കിൽ ജർമ്മൻ A1 A2 പോലെയുള്ള സർട്ടിഫിക്കേഷനുകളൊക്കെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇത് പഠിച്ചെടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ചിലവ് പലർക്കും താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ്. കാരണം IELTSനും TOEFLനും അല്ലെങ്കിൽ OETക്കും ഒക്കെ വലിയ തുക കൊടുത്തു വേണം നമ്മൾ ആ സർട്ടിഫിക്കേഷനുകൾ എടുക്കാൻ, ലാംഗ്വേജ് സർട്ടിഫിക്കേഷനുകൾ എടുക്കാൻ. അപ്പോൾ ഇതിന് ഒരു പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ചില വിഭാഗങ്ങളിൽ പെടുന്നവരാണ് എങ്കിൽ, അതായത് സാമ്പത്തികമായി അല്ലെങ്കിൽ സാമൂഹികമായി സംവരണമുള്ള ചില വിഭാഗങ്ങളിൽ പെടുന്നവരാണ് എങ്കിൽ, ഒറ്റ രൂപ പോലും കൊടുക്കാതെ ഈ പറഞ്ഞ IELTSും OETയും അതും അല്ലെങ്കിൽ ജർമ്മൻ A1 A2 പോലെയുള്ള കാര്യങ്ങൾ, സർട്ടിഫിക്കേഷനുകൾ എടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക, ഈ വിവരം ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ ആൻഡ് വെൽക്കം ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരെ അതിൽ നിന്നും തടയുന്നത് ഈ IELTS പോലെയുള്ള കാര്യങ്ങൾക്കുള്ള ചിലവുകൾ. അത് ആദ്യം തന്നെ അത് ചെയ്യണം. പക്ഷേ അത് ചെയ്യണമെങ്കിൽ വലിയ തുക ആദ്യം തന്നെ കൊടുക്കണം. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായി പലർക്കും വരാറുണ്ട്. അതല്ല എങ്കിൽ തന്നെ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്നവരാണ് എങ്കിൽ വിദേശ പഠനത്തിൻ്റെ ഓൾറെഡി വലിയൊരു തുക വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത്തരം സർട്ടിഫിക്കേഷനുകൾക്കുള്ള തുകയും കൂടെ പോകുമ്പോൾ അത് വലിയ ഒരു ബാധ്യതയായി അവർക്ക് മാറുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം, അതായത് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. NIFL എന്നാണ് അവരറിയപ്പെടുക. അപ്പോൾ ഈ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് അവരിപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമുള്ള സെൻറ്ററുകളിൽ OETക്കാണെങ്കിലും IELTSനാണെങ്കിലും അതുപോലെ ജർമ്മനിലെ A1 A2 അല്ലെങ്കിൽ B1 സർട്ടിഫിക്കേഷനുകൾ എടുക്കാനാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം വളരെ ചെറിയ തുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾ ഒരു BPL വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടി ആണെങ്കിൽ, അല്ല ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടി, SC ST ഓർ BPL കാറ്റഗറി എന്ന് പറയുമ്പോൾ അതിലേത് ജാതി മതവിഭാഗങ്ങൾക്കും പറ്റും. പക്ഷേ നിങ്ങൾ പോവർട്ടി ലൈനിൽ താഴെ, അതായത് സാമ്പത്തികമായി നിങ്ങളുടെ മാസ വരുമാനം അല്ലെ വാർഷിക വരുമാനം ഇത്രയിൽ താഴെ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ BPL എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു BPL വിഭാഗത്തിൽപ്പെടുന്ന ആൾ, അതല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ സൗജന്യമായി 100% ഒറ്റ പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സുവർണ അവസരം. ഇനി അതല്ല, നിങ്ങൾ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളല്ല, നിങ്ങളൊരു ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്, അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് 4425 രൂപ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പുറത്തൊന്നും ഈ തുകയുടെ അടുത്ത തുകയിൽ പോലും എങ്ങും പഠിക്കാനുള്ള അവസരം IELTS പോലത്തെ സർട്ടിഫിക്കേഷനുകൾ കിട്ടാനുള്ളൊരു സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ ഒരു അവസരം പരമാവധി ഒന്ന് ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക. മികച്ച പരിശീലനം തരുന്നുണ്ട് ഇവർ. മുൻകാലങ്ങളിൽ OET അല്ലെങ്കിൽ IELTS പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു ഓൺലൈൻ ബാച്ചിലേക്ക് ആപ്ലിക്കേഷൻ, അല്ലാത്തത് ഓഫ്ലൈൻ ആയിട്ടുള്ള ബാച്ചുകളായിരിക്കും. അപ്പോൾ ഓൺലൈൻ ബാച്ചിലേക്ക് അവർ അപ്ലൈ ചെയ്യുന്നത് മുൻപ് ഓൾറെഡി പരീക്ഷ എഴുതിയവർ അതിൽ പരാജയപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഓൺലൈൻ ബാച്ചിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് മറ്റെവിടെ വേണമെങ്കിൽ എന്നുള്ള വ്യക്തിയാണെങ്കിലും കോഴിക്കോടും തിരുവനന്തപുരവും അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപക്ഷെ ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് അത് ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം, അവരുടെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. അതുപോലെ ഒന്നിലധികം ഫോൺ നമ്പേഴ്സ് അവർ തന്നിട്ടുണ്ട്. ആ ഫോൺ നമ്പേഴ്സിലൊക്കെ വിളിച്ച് നിങ്ങൾക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഇത് ഫില്ലായി പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി അടുത്ത ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്ത അവസരം നിങ്ങൾക്ക് എപ്പോൾ ലഭിക്കും എന്നൊക്കെ അവരോട് ചോദിച്ച് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതായാലും നോർക്കയുടെ ഈ സംവിധാനം നൽകുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഈ സംവിധാനം വളരെയധികം ഉപകാരപ്രദമാക്കാൻ പറ്റുന്നവരിൽ ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതല്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇത്തരത്തിലുള്ള അവസരം നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ വിവരം ഒന്ന് എത്തിക്കാനായി കൂടെ നിങ്ങൾക്ക് ശ്രമിക്കാം. ഏതായാലും ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഈ ചാനലിലൂടെ എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഒന്നിലധികം ഇത്തരം ഉപരിപഠന അവസരങ്ങൾ, അതല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ, ഇതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.